ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് തപസ്സുകാലം 2-ാം ഞായർ. ഈ തപസ്സുകാലം നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു വലിയ അവസരമാണ് നമുക്ക് നൽകുന്നത്. 1-ാം വായനയിൽ അബ്രഹാത്തെ തന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് വരാൻ ദൈവം വിളിക്കുന്നു. അജ്ഞാതമായ വഴികളിലൂടെ നടക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോഴും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യാത്ര തിരിച്ച അബ്രഹാം നമുക്ക് വിശ്വാസത്തിന്റെ മാതൃകയാകുന്നു. 2-ാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. സുവിശേഷത്തിൽ താബോർ മലയിൽ വച്ച് യേശു രൂപാന്തരപ്പെടുന്ന മഹത്തായ സംഭവം നാം ധ്യാനിക്കുന്നു. കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും അന്തിമ വിജയം ദൈവത്തിൻ്റെതാണെന്നും ആ മഹത്വത്തിൽ നമ്മളും പങ്കുചേരുമെന്നും യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മെ പഠിപ്പിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ എന്ന പിതാവായ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നമുക്കുള്ള സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും തകർച്ചയിലും തളരാതെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുമുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടെ നമുക്ക് ഈ ദിവ്യ ബലിയിൽ പങ്കുചേരാം.